തിരുവനന്തപുരം നെയ്യാറ്റിൻകര അറക്കുന്നിൽ മകളുടെ കഴുത്തു മുറിച്ച ശേഷം അമ്മ ജീവനൊടുക്കി. അറക്കുന്ന് സ്വദേശി ലീലയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലുള്ള മകൾ ബിന്ദുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രോഗാവസ്ഥയിൽ കഴിയുന്ന മകളെ നോക്കാനുള്ള ബുദ്ധിമുട്ടാണ് കൃത്യത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഇവർ പിന്നെ മകള് കല്യാണം കഴിഞ്ഞ് പോയി അവരുടെ ഭർത്താവ് വന്നിട്ടൊരു സൂയിസൈഡ് ചെയ്തു. കുട്ടിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളെന്തോ കൊണ്ടുവന്നത് ചികിത്സയിലാണ്, അതായത് ഡയബറ്റീസ് ഒന്നാണ്. അപ്പോൾ വേറെ വെളിയിൽ പ്രശ്നമൊന്നുമില്ല, അമ്മ തന്നെയാണ് നോക്കുന്നത്. ഇതിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിവില്ല. ഇന്ന് കഴിഞ്ഞ ആഴ്ചയും നേരിട്ട് കാണുമ്പോൾ മോളെ ആശുപത്രി കൊണ്ടുപോവുകയാണ്, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഇന്നലെ ഈ നടന്ന സംഭവങ്ങളുടെ വ്യക്തത നമുക്കിപ്പോഴും പിടികിട്ടുന്നില്ല. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, നമുക്ക് പ്രാഥമികമായി എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്? അഭിലാഷ്, ഏറ്റവും മോശമായ ജീവിത സാഹചര്യങ്ങൾ അതുതന്നെയാണ് ലീലയെ കൊണ്ട് ഇത്തരമൊരു കുറ്റകൃത്യം അല്ലെങ്കിൽ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 75 വയസ്സുള്ള വ്യക്തിയാണ് ലീല. മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമായിരുന്നു. ലീല മരിച്ചു, എന്നാൽ ഗുരുതരാവസ്ഥയിൽ മകൾ ആശുപത്രിയിൽ തുടരുകയാണ്. ലീല നെയ്യാറ്റിൻകര അറക്കുന്ന് സ്വദേശിയാണ്. ഇവരുടെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ ഭർത്താവ് കുറച്ച് കാലം മുൻപ് മരണപ്പെട്ടിരുന്നു. ഒരു മകൻ ഉണ്ടായിരുന്നത് ഹൃദ്രോഗിയായിരുന്നു. ഈ മകനും കുറച്ചുനാൾ മുൻപ് മരിച്ചു. മകളാകട്ടെ ഹൃദ്രോഗിയാണ്, കിടപ്പ് രോഗിയുമാണ്. 75 വയസ്സാകുന്നു ലീലയ്ക്ക്. മകളെ നോക്കാൻ മറ്റാരുമില്ല എന്ന ഒരു ആകുലത ഈ അമ്മയെ വല്ലാതെ അലട്ടിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് മകളെ കൊലപ്പെടുത്തി സ്വയം ജീവൻ ഒടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ സംഭവം. കത്തുകൊണ്ട് മകളുടെ കഴുത്ത് മുറിക്കുകയായിരുന്നു. ആഴത്തിലുള്ള മുറിവുണ്ട്. അതിനുശേഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ഒഴിച്ച് ശരീരത്തിലൊഴിച്ച് ലീല തീ കൊളുത്തുകയായിരുന്നു. ലീല മരണപ്പെട്ടു. മകൾ ബിന്ദു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. നമ്മൾ അന്വേഷിക്കുമ്പോൾ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർത്തും നിർധനമായ ഒരു സാഹചര്യമായിരുന്നു. മകളുടെ ചികിത്സയ്ക്ക് പോലും, അതായത് ആശുപത്രിയിൽ മകളെ ഓട്ടോയിൽ കൊണ്ടുപോകുന്നതിന് പോലുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നെയ്യാറ്റിൻകര ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായ ഒരു ജോലി ഉണ്ടായിരുന്നു. ചെറിയ ശമ്പളത്തിന് ലീലയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ ആ തുക കൊണ്ട് ഒന്നുമാകാത്ത സാഹചര്യമായിരുന്നു. മകൾക്ക് മരുന്ന് വാങ്ങുന്നതിനപ്പുറത്തേക്ക് ദൈനംദിന ചെലവുകൾ പോലും, വീട്ടിലെ ചെലവുകൾ പോലും നടന്നു പോകാത്ത ഒരു സാഹചര്യം. തന്റെ കാലശേഷം മകളെ ആര് നോക്കും എന്ന ഒരു ആകുലത ലീലയ്ക്കുണ്ടായിരുന്നു. അത് അയൽവാസികളോട് പലപ്പോഴായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. താൻ കൂടി മരിച്ചാൽ മകളെ നോക്കാൻ ആരുമുണ്ടാകില്ല, കിടപ്പ് രോഗിയാണ്, ആര് മകളെ സംരക്ഷിക്കുന്നു, ഇങ്ങനെ ഒരു ചിന്ത വല്ലാതെ അലട്ടിയിരുന്നു. മാത്രവുമല്ല, ഭർത്താവിന്റെയും മകന്റെയും മരണങ്ങൾ അത് ലീലയെ വല്ലാതെ തളർത്തുകയും ചെയ്തു. കുടുംബത്തിലേക്ക് മറ്റൊരു തരത്തിലുള്ള വരുമാനവും എത്താത്ത സാഹചര്യത്തിലേക്ക് പോയി. ആ ഒരു സാഹചര്യത്തിലാണ് ലീല ഇങ്ങനെ ഒരു കടുംകൈ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മകളെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. പുലർച്ചയോടുകൂടിയാണ് ഇത് നാട്ടുകാരറിയുന്നത്. രാവിലെയാണ് കൃത്യം നടക്കുന്നത്, രാത്രിയാണെങ്കിലും രാവിലെയോടുകൂടിയാണ് ആളുകൾ അറിയുന്നത്. അപ്പോഴേക്കും മകൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. മുറിവുണ്ട്, കഴുത്തിൽ മുറിവുണ്ട്. ലീലയാകട്ടെ ഈ മകളുടെ കഴുത്തറുത്ത ശേഷം മണ്ണെണ്ണ ഒഴിച്ച് സ്വയം തീ കൊളുത്തുകയും ചെയ്തു. 90% പൊള്ളൽ ശരീരത്തിലുണ്ടായി. അങ്ങനെയാണ് ലീലയ്ക്ക് ജീവൻ നഷ്ടമായതെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടി കുടുംബം അനുഭവിച്ചിരുന്നു എന്നതാണ് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു കടുംകൈ ചെയ്യുന്നതിലേക്ക് പോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അല്ലേ, അവിടെ സൂചിപ്പിച്ചതുപോലെ വിനോദ്, അത്രമേൽ വലിയ ബുദ്ധിമുട്ട് ഈ കുടുംബം നേരിട്ടിരുന്നു എന്നാണ്. നമുക്കിപ്പോൾ പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുണ്ട്, ജനപ്രതിനിധികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരൊന്നും ആ കുടുംബത്തിന് കൈത്താങ്ങായില്ല എന്നുകൂടിയാണോ മനസ്സിലാക്കേണ്ടത്? ഇടയ്ക്ക് ചില സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നിലയുണ്ടായിരുന്നില്ല. കാരണം ലീലയുടെ മകനും ഹൃദ്രോഗിയായിരുന്നു.
ഭർത്താവ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ലീലയ്ക്കും ഈ വാർദ്ധക്യത്തിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. 75 വയസ്സാകുന്നു. കുറേയധികം രോഗങ്ങളും മറ്റ് ശാരീരിക പ്രയാസങ്ങളും അലട്ടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭയപ്പാടുണ്ടായത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിടപ്പ് രോഗിയായ മകളെ പിന്നെ ആര് നോക്കും, ആര് പരിചരിക്കും, ആര് സംരക്ഷിക്കും? ഈ ഒരു ആകുലതയും പേടിയും തന്നെയായിരിക്കണം ലീലയെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചത്. കാരണം ലീല നേരത്തെ തന്നെ നാട്ടുകാരായ പലരോടും ഇക്കാര്യം ആശങ്ക പോലെ തന്നെ പങ്കുവച്ചിരുന്നു. തന്റെ കാലശേഷം മകളെ ആര് നോക്കും എന്നതായിരുന്നു ഈ അമ്മയുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക. അതിൽ അവർ കണ്ടെത്തിയ മാർഗം അത് ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മകളെ കൊലപ്പെടുത്തി ജീവൻ ഒടുക്കുക, സ്വയം അവസാനിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ആ അമ്മ പോയത് ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിൽ ആണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് സഹായങ്ങൾ, നേരത്തെ ചില സഹായങ്ങൾ ജനപ്രതിനിധികൾ വഴി ലഭിച്ചിരുന്നു. ചികിത്സാ സഹായം അടക്കമുള്ള ചില കാര്യങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ തുടർ ചികിത്സ, അതിന് വരുന്ന ഭീമമായ തുക, അതിനപ്പുറത്തേക്ക് ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം, അതില്ലാത്തതിന്റെ ബുദ്ധിമുട്ട്, ഇതെല്ലാം തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ലീലയാകട്ടെ നെയ്യാറ്റിൻകര ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ചെറിയൊരു ജോലിക്ക് പോവുകയായിരുന്നു. അത് സ്ഥിര ജോലിയല്ല, താൽക്കാലികമായ ജോലിയാണ്. അങ്ങനെ കിട്ടുന്ന ചെറിയ തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത്. അതിനപ്പുറത്തേക്ക് കിടപ്പ് രോഗിയായ മകൾക്ക് ആവശ്യമായ പരിചരണം, ഭക്ഷണം, മരുന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ തുകയിൽ നിന്ന് കണ്ടെത്തുക പ്രയാസമായിരുന്നു. അവർ പല വഴികൾ മുട്ടി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചില സഹായങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു, പക്ഷേ അത് ആ കുടുംബത്തിന് പര്യാപ്തമായിരുന്നില്ല. അതിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ ലീലയെ പ്രേരിപ്പിച്ചു എന്നത് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരവും. അഭിലാഷ്, ഒപ്പം ഈ മകളുടെ ആരോഗ്യനില അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കും? ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. രക്തം വാർന്നു പോയ നിലയിലാണ്, ഏറെക്കുറെ ശരീരത്തിൽ രക്തം വാർന്നു പോയി ഗുരുതരാവസ്ഥയിലായ നിലയിലാണ് കണ്ടെത്തുന്നത്. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യത്തിന് വിധേയയാക്കിയിട്ടുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ മകളെ കൊലപ്പെടുത്തി, കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഒരുപക്ഷെ ആ അമ്മ കൊലപാതകം നടത്തുമ്പോൾ പോലും മകളുടെ മരണം ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ അവർ ജീവനൊടുക്കാൻ തീരുമാനിച്ചു. അത് ഒരുപക്ഷെ അവരുടെ ഗതികേടായിരിക്കും, മനസ്സില്ലാ മനസ്സോടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് മകളെ കൊലപ്പെടുത്തുക എന്ന ഒരു നിലയിലേക്ക് പോയി. മറ്റാരും നോക്കാനില്ല. ഒരുപക്ഷെ തന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ മറ്റാരും മകളെ സംരക്ഷിക്കാനുണ്ടാകില്ല എന്ന ഒരു ഭയവും ആശങ്കയും ഒക്കെ കൂടി കലർന്ന ഒരു മനോവികാരത്തിൽ തന്നെയാണ് ലീല ഇത് ചെയ്തത്. ഏതായിരുന്നാലും മകൾ ഇപ്പോഴും ആശുപത്രിയിലാണ്, ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മകളുടെ മരണം ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ അമ്മ ജീവനൊടുക്കി എന്നതാണ്. ഒരുപക്ഷെ അവർ അത്രയും മാനസിക സമ്മർദ്ദത്തിലൂടെയായിരിക്കണം ആ സമയങ്ങളിൽ കടന്നുപോയത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കം തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളതായി പോലീസ് പറയുന്നില്ല. ഇവരുടെ ജീവിത സാഹചര്യം, മരുന്നിനും ആഹാരത്തിനും പോലും നിലയിൽ വകയില്ലാത്ത തരത്തിൽ അവരുടെ ജീവിതം മാറിപ്പോയി. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് പോയി എന്ന വിവരമാണ്. ചില സഹായങ്ങൾ ലഭിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെ അപേക്ഷകളും, സർക്കാരിലേക്ക് അപേക്ഷകളും ആ നിലയ്ക്ക് ജനപ്രതിനിധികൾ വഴിയുള്ള ചില സഹായങ്ങളുമൊക്കെയും ചില സമയങ്ങളിൽ ലഭിച്ചിരുന്നു. പക്ഷേ അതെല്ലാം താൽക്കാലികമാണ്. തുടർ ചികിത്സ, തുടർ പരിചരണം, ഇതെല്ലാം തന്നെ ഉറപ്പാക്കാൻ ഈ ചെറിയ ശമ്പളം കൊണ്ട്, ചെറിയ തുച്ഛമായ വേതനം കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. അതിനൊടുവിലാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് ലീലയെ നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദേശത്ത് ജയിൽ ശിക്ഷ കഴിയുന്ന, തൂക്കുകയർ ശിക്ഷ വിധിക്കപ്പെട്ട ആളെ തിരികെ എത്തിക്കാൻ പോലും കോടിക്കണക്കിന് രൂപ മണിക്കൂറുകൾ കൊണ്ട് സംഹരിച്ച ഒരു നാടാണ് നമ്മുടേത്. ആ നാട്ടിൽ തന്നെയാണ് ചികിത്സ നൽകാൻ, ഭക്ഷണം നൽകാൻ ഒന്നും കഴിയാതെ ഒരമ്മ ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.